ഏറെ കാണണമെന്ന് പോലും വിചാരിക്കാത്തൊരു സിനിമയാണ്. ട്രെയിലർ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് വലിയൊരു ഹൈപ്പോ പരിപാടികളൊന്നും ഈ സിനിമയെക്കുറിച്ച് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു സുഹൃത്ത് സിനിമയ്ക്ക് പോയാലോ അവൻ്റെ സജഷനിലൂടെയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കയറുന്നത്. എനിക്ക് ഒരു ആവറേജ് അനുഭവമാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ദിവസമായി ഈ സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായം വരുന്നത് കൊണ്ട് തന്നെ ഞാൻ വെറുതെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് കാണുന്ന ആളുകളുടെ താല്പര്യം പോക്കണ്ടെന്ന് കരുതിയിട്ടാണ് 2-3 ദിവസം കഴിഞ്ഞിട്ട് റിവ്യൂ ഇടുന്നത്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ആവറേജ് എന്ന് പറയുന്ന സമയത്ത് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നും സിനിമ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്നും രണ്ടും അർത്ഥമില്ല, അറിയാലോ. സോഷ്യൽ മീഡിയയിൽ ഗംഭീര റിവ്യൂസ് ആണ് സിനിമയുടെ ഉടനീളം വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം ഇതിന്റെ 3D എന്നുള്ള കേസാണ്. സത്യത്തിൽ പറയാലോ 3D എന്നെ ഞെട്ടിച്ചിരുന്നു. ആദ്യത്തെ കുറച്ച് രംഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെയാണ് 3D എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷെ എത്ര പേര് ഇത് നോട്ടീസ് ചെയ്തു എന്നറിയില്ല. 3D വല്ലാതെ റിപ്പീറ്റഡ് ആയിരുന്നു. അതായത് പൊടി വറക്കുന്നത്, നീരാവി പോകുന്നത്, തീപ്പൊരി കണ്ണിലേക്ക് വരുന്നത്, ഇത് തന്നെയായിരുന്നു സിനിമ ഉടനീളം കാണിച്ചു തരുന്നത്. വേറെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് സീനുകളും പരിപാടികളൊക്കെ ശ്രദ്ധപ്പെട്ടിരുന്നു. പക്ഷെ ഒരു സിനിമാസ്വാദകൻ എന്നുള്ള രീതിയിൽ 3D എന്ന് പറയുന്ന അനുഭവം എനിക്ക് നിരാശയാണ് സമ്മാനിച്ചത്. ഞാൻ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ 3D കാണണ്ട, 2D കാണണം, അത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്നായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ 3D എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടും താഴെ കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിന്റെ കുഴപ്പമാണോ എന്താണെന്നൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടില്ല. വെറുതെ എൻ്റെ ഒപ്പം വന്ന ആൾക്കും 3D അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ 3Dക്ക് പൈസ ചെലവാക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് സംവിധായകനും ടൊവിനോ തോമസുമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൊവിനോ 3 ഗെറ്റപ്പിലാണ് വരുന്നത്. അത് 3 ക്യാരക്ടറാണ്. 3 ക്യാരക്ടറിനും 3 സംസാര രീതിയാണ്, 3 വെയിറ്റാണ്. മൊത്തത്തിൽ പുള്ളി അതിന് 3 തന്നെ ആയി ചെയ്യാൻ ശ്രമിച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഡയറക്ടറിന് നല്ല രീതിയിൽ പണി അറിയാം. എന്താണെന്ന് വെച്ചാൽ അത് ആദ്യത്തെ ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. വിഷ്വൽസും പരിപാടിയൊക്കെ പുള്ളിയുടെ മനസ്സിലുള്ളത് പോലെ തന്നെ തോന്നി. പക്ഷെ അതിന് വളരെയധികം എന്നെ ആകർഷിച്ചൊരു സീൻ എന്ന് പറഞ്ഞാൽ ഇതിൽ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ഇൻട്രോ ഉണ്ട്. അത് ഗംഭീരമായിരുന്നു. കാരണം ഇത് ഞാൻ 1980 മുതൽ അല്ലെങ്കിൽ ഒരുപാട് മലയാള സിനിമയിൽ വരെ ഒരു ഓടുന്ന രംഗമാണ്. ഇത് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വട്ടം കണ്ട ഒരു സീനായതുകൊണ്ട് തന്നെ അത് വീണ്ടും നമ്മൾ കാണുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ക്രിഞ്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു അയ്യേതുള്ളൊരു ഫീൽ അടിക്കും. അപ്പം അങ്ങനെ അടിക്കാൻ സാധ്യതയുള്ള ഒരു സീൻ കൂടിയായിരുന്നു. പക്ഷേ പുള്ളി അത് വളരെ നൈസായിട്ടാണ് ഓടുന്ന ആ രംഗവും കാര്യങ്ങളൊക്കെ, ഒരു വിഷ്വൽ എഫക്റ്റും പരിപാടിയും, അതായത് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ എത്തുന്ന സമയത്ത് ഈ സിനിമ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ഡ്രാമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാറ്റേൺ തന്നെ ഫാൻറ്റസി ആണോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു ഘട്ടത്തിലേക്ക് ഈ പരിപാടി എത്തുന്നുണ്ട്. പക്ഷേ സിനിമ കുറച്ച് ഫാൻറ്റസി കൂടിയാണ്, അതും കൂടി മനസ്സിലാക്കണം. ഒരു എലമെൻറ്റിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ഗോഡ് ഓഫ് വാർ ഒക്കെ കളിക്കുന്ന PC ഗെയിം കളിക്കുന്നവർക്ക് അറിയായിരിക്കും. ആ ഒരു രീതിയിലേക്കുള്ള ചെറിയ ചെറിയ പസീൽസും പരിപാടികളും ഒക്കെ ഈ ഒരു സിനിമ കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും എനിക്ക് അത്ര വാവുന്നൊന്നും തോന്നിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമയുടെ BGM ആണെങ്കിലും വിഷ്വൽ സൈഡ് ആണെങ്കിലും ക്യാമറയാണെങ്കിലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എനിക്ക് 3D മാത്രമേ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ എനിക്ക് സ്ക്രീൻ പ്ലേയും കുറച്ച് മോശമായിട്ട് തോന്നി. കാരണം ആദ്യത്തെ 30 മിനിറ്റ് ഈ സിനിമ തന്നിട്ടുള്ളൊരു ഹൈ ഉണ്ട്. പക്ഷെ ആ ഒരു ഹൈ കീപ്പ് ചെയ്യാൻ എൻ്റെ കേസിൽ ഒരിക്കലും സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. ആ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞ് ആവറേജ് ജസ്റ്റ് ഒന്ന് കയറും, ആ ഒരു രീതി തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരൊരു ആവറേജ് സ്ക്രീൻ പ്ലേൻ്റെ പേരെയാണ് ഈ പണി മൊത്തം എടുത്തിട്ടുള്ളത്. അത് എനിക്കൊരു പോരായ്മയായിട്ട് തന്നെ തോന്നി. കുറച്ചുകൂടി നല്ലൊരു സ്റ്റോറിയും അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഒരു ട്വിസ്റ്റോ ടേണോ ഒന്നും തന്നെ കഥയിലില്ല. കഥ ഭയങ്കര ഫ്ലാറ്റാണ്, പ്രെഡിക്റ്റബിൾ ആണ്. എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, ഇതിങ്ങനെയായിരിക്കും സംഭവിക്കുക, ഇതിൻ്റെ ബാക്കി ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഇതൊക്കെയുള്ളൊരു സംഭവങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ, അതായത് നിങ്ങളുടെ കുട്ടികൾക്കും ഭാര്യയ്ക്കും നിങ്ങൾക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ഞാനൊരിക്കലും എൻ്റെ അഭിപ്രായം കേട്ട് നിങ്ങളോട് തിയേറ്ററിൽ പോകണം എന്ന് ഞാൻ പറയില്ല. ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായം കൂടി വിലയിരുത്താൻ ശ്രമിക്കുക. കൂടുതൽ ആരുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ട, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ നമ്മുടെ സപ്പോർട്ടേഴ്സ്, അതായത് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയും. 3Dക്ക് എടുക്കണോ അല്ലെങ്കിൽ 2Dക്ക് എടുക്കണോ എന്നൊക്കെയുള്ള ചർച്ചകൾ താഴെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ആണെങ്കിൽ ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ